പത്തനംതിട്ട ജില്ലയിലെ മോക്ഡ്രില്ലിന്റെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും വിശദാംശങ്ങളുമായി സുജു ടി ബാബു ഒരിക്കൽ കൂടി ചേരുകയാണ്. സുജു, അവിടെ ഇപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മോക്ഡ്രില്ലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സിന്ധൂരി മോക്ഡ്രിൽ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് കെട്ടിടത്തിന് മുകൾ കളക്ടറിന്റെ ഇലക്ഷൻ കമ്മീഷന്റെ വിഭാഗത്തിന്റെ ഭാഗത്ത് തീ പടരുന്ന തരത്തിലാണ്, അവിടെ പുക വരുന്ന വിധത്തിലാണ് മോക്ഡ്രിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സ് ഇതാ കെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു അപകടമുണ്ടായാൽ ഒരു ഇത്തരത്തിലൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ അതിനെ എങ്ങനെ ഫയർഫോഴ്സും ജില്ലാ പോലീസും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് സംയുക്തമായി എങ്ങനെ നേരിടും എന്നുള്ള കാര്യത്തിൻ്റെ ഒരു പരിശീലനം കൂടിയാണ് മോക്ഡ്രിൽ. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം സൈറൺ മുഴങ്ങുന്നു, പിന്നീട് ഈ കെട്ടിടത്തിനുള്ളിലുള്ള ആളുകളെ മുഴുവൻ മറ്റൊരു കെട്ടിടത്തിലേക്ക് ഒഴിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഈ പുക ഉണ്ടായ സ്ഥലത്ത് അറിയിപ്പ് നൽകുന്നു. അതിനനുസരിച്ച് ഫയർഫോഴ്സ് വളരെ വേഗത്തിലെത്തി ഈ തീ കെടുത്തുന്ന ഒരു രംഗവും അതിനുശേഷം അതിൻ്റെ ഒരു സജ്ജീകരണങ്ങളും ദൃശ്യങ്ങളുമാണ് കാണുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ യഥാർത്ഥത്തിൽ ഒരു സംഭവം നടന്നാൽ എങ്ങനെ ആ കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കും, അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം കാണുന്നത്. അതാണ് അതിവേഗത്തിൽ തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉള്ളിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ കാണുന്ന അതായത് ഇത്തരത്തിലൊക്കെ ഒരു സംഭവം ഉണ്ടായില്ല എങ്ങനെയാണ് അവരുടെ വേഗത്തിൽ NCC ഉദ്യോഗസ്ഥർ, NCC കേഡറ്റുകൾ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കാളികളാകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഒരു പുകയുയർന്നതായിട്ട് ഇത് വരുന്നു. അതിലേക്ക് ഫയർഫോഴ്സിൻ്റെ ആദ്യ സംഘം കയറുന്നു. അതിന് തൊട്ട് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർ, NCC കേഡറ്റുകളെല്ലാം കയറിയിരിക്കുകയാണ്. ഒരു കാഷ്വാലിറ്റി ഉണ്ടായാൽ അതിനെ എങ്ങനെ സേന നേരിടണമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി തന്നെ ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ യഥാർത്ഥത്തിലൊരു സംഭവം നടന്നാൽ അത് എങ്ങനെ അതിനെ പ്രതിരോധിക്കണം, അതിലെങ്ങനെ പങ്കെടുക്കണം എന്ന കാര്യത്തിലാണ് കാണിക്കുന്നത്. ഇവിടെ പത്തനംതിട്ടയിൽ മോക്ഡ്രിൽ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം സൈറൺ മുടങ്ങിയ ശേഷം പിന്നീട് കൃത്യമായ നിർദ്ദേശത്തെ തുടർന്ന് ഈ സൈറൺ മുടങ്ങിയ ശേഷം ആളുകളെ മറ്റൊരു കെട്ടിടത്തിലേക്ക് ഒഴിപ്പിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കെട്ടിടത്തിനുള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന തരത്തിൽ മോക്ഡ്രിൽ ക്രമീകരിക്കുകയും അതിനുള്ളിൽ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഈ മോക്ഡ്രില്ലിൻ്റെ ഭാഗമായി തന്നെ ഒരാൾ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അവരെ എങ്ങനെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ അതിന് ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ് സേനാംഗങ്ങളെത്തി ആളുകളെ അതിവേഗത്തിൽ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. അത് ശ്രമിക്കേണ്ട രീതികൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നിലധികം ആളുകളെയായിരുന്നു ഇത്തരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അത് കൃത്യമായി തന്നെ ഫയർഫോഴ്സ് കൃത്യസമയത്ത് എത്തുകയും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം തന്നെ ഈ കാര്യങ്ങളെല്ലാം വർക്കാകുന്നുണ്ട്. അല്ലെങ്കിൽ അതെല്ലാം സേനയും ഫയർഫോഴ്സും പോലീസും ഒക്കെ തന്നെ സുസജ്ജമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളും നിന്ന് വ്യക്തമാകുന്നത്. ഫയർഫോഴ്സ് തന്നെ ഈ അറിയിപ്പ് ലഭിക്കുന്ന ഉടനെ വളരെ വേഗത്തിൽ എത്തുകയും അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ അകത്തും സിവിൽ ഡിഫൻസ് അംഗങ്ങളെ, അതായത് ആപ്ത മിത്ര എന്ന ഫയർഫോഴ്സിൻ്റെ സേനാ വിഭാഗത്തെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരമൊരു മോക്ക് ഡ്രില്ല് നടത്തുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ആളുകളെ പുറത്തേക്ക് എത്തിക്കുന്ന ആ സ്ഥലത്തു നിന്നാണ് ആദ്യഘട്ടത്തിൽ ഒരു പുക ഉയരുന്ന തരത്തിലേക്ക് ദൃശ്യങ്ങൾ വരുന്നത്. അവിടെ തന്നെ എത്തിയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അംഗങ്ങൾ വളരെ വേഗത്തിൽ എത്തി ഈ ആളുകളെ രക്ഷപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഇത്തരത്തിലൊരു മോക്ക് ഡ്രില്ല് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് അതിവേഗത്തിൽ നമ്മുടെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ ഇത്തരത്തിലൊരു അപകടമുണ്ടായാലും സംഭവം ഉണ്ടായാലും അക്രമം ഉണ്ടായാൽ എങ്ങനെ ഇതിനോട് പൊതുജനവും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഓഫീസുകൾക്കുള്ള ആളുകൾ ഇത്തരക്കാരോട് എങ്ങനെ പ്രതികരിക്കണമെന്ന ഇത് കൂടിയൊരു പാഠമാണ് ഇത് നൽകുന്നത്. അതിന് കൃത്യമായി തന്നെ ആ കാര്യത്തിൽ ഈ കളക്ടറിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഭാഗവാക്കാകുകയാണ്. അവരെല്ലാം തന്നെ പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഈ സൈറൺ മുഴങ്ങുമ്പോൾ അവർ അടച്ചിട്ട മുറിയിലേക്ക് മാറണമെന്ന നിർദ്ദേശപ്രകാരം തന്നെ കൃത്യമായി ആദ്യം ഓഫീസുകളിൽ ഇരിക്കുകയും അതിനുശേഷം സുരക്ഷിതമായി തന്നെ മറ്റൊരു മേഖലയിലേക്ക് ഇവരെ മാറ്റുന്ന ഘട്ടം എത്തുമ്പോൾ ആ ഘട്ടത്തിലേക്ക് അവർ കടക്കുകയും ചെയ്യുന്ന നമ്മൾ ദൃശ്യങ്ങൾ കണ്ടാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ തരത്തിൽ ആൾക്കാരെ വളരെ വേഗത്തിൽ ഒരു എമർജൻസി സെൻറ്റർ തന്നെ ഈ കളക്ടറിൻ്റെ സമീപത്ത് നമ്മളിപ്പോൾ കാണുന്ന ഒരു ആശുപത്രിയുടെ ദൃശ്യങ്ങളല്ല, പകരം ഇത്തരം ഒരു സംഭവം ഉണ്ടായാൽ വളരെ വേഗത്തിൽ അതിന് ഡോക്ടർമാരെത്തുന്നു, അല്ലെങ്കിൽ എത്തി ആളുകളെ എങ്ങനെ എങ്ങനെ അവരെ പരിചരിക്കണം എന്നതൊക്കെ തന്നെ ഈ ദൃശ്യങ്ങൾ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് വളരെ വേഗത്തിൽ ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ നാട്ടിലുണ്ടായാൽ വളരെ പെട്ടെന്ന് തന്നെ സമീപത്ത് ആശുപത്രി കിടക്കകൾ ക്രമീകരിക്കുകയും അവിടെ വച്ച് തന്നെ പരിചരണം ആവശ്യമെങ്കിൽ നൽകാൻ സാധിക്കുന്ന തരത്തിൽ വളരെ ഒരു അലാമിംഗ് ആയിട്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഈ കാര്യങ്ങളിൽ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, ഡോക്ടേഴ്സ്, NCC തുടങ്ങി വിവിധ പൗരന്മാരും സിവിലിയൻസിനെ ഉൾപ്പെടുത്തിയ സംഘങ്ങൾ, അതുപോലെ തന്നെയാണ്
ഈ കാര്യത്തിൽ ആരോഗ്യ വകുപ്പിൻ്റെ ഇടപെടൽ ഉണ്ടാകേണ്ടതാണ്. ആ കാര്യത്തിൽ എങ്ങനെയാണ് ഡോക്ടർമാർ നഴ്സുമാരൊക്കെ ഇടപെടേണ്ടത്, ആ കാര്യങ്ങൾ വളരെ വേഗത്തിൽ അവർക്ക് ചെയ്യാൻ സാധ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ ഇവിടെ പത്തനംതിട്ടയിൽ ഈ ട്രയൽ റണ്ണിൽ പൂർണ്ണമായി തന്നെ ഈ കാര്യങ്ങൾ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ്. വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ട ആളുകളെ യഥാർത്ഥത്തിൽ ആംബുലൻസിൽ തന്നെ കയറ്റിക്കൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സജ്ജീകരണം, അതുപോലെ തന്നെയാണ് അതിൻ്റെ സമീപത്ത് വെച്ച് തന്നെ അടിയന്തര മെഡിക്കൽ കെയർ കൊടുക്കേണ്ട ആളുകളെ കൊടുക്കുന്ന ഒരു കാഴ്ച. ഇതൊക്കെ തന്നെ കൂടുതൽ വിശദീകരണങ്ങൾ നമുക്കൊരു ഇതിനെപ്പറ്റി അധികം ഗ്രാഹ്യമുള്ള വിഷയം കൂടിയല്ല. അത് ആ കാര്യങ്ങൾ ദൃശ്യങ്ങളിലൊക്കെ തന്നെ അത് പിന്നീട് ഒരുപക്ഷെ ഇതിൻ്റെ ഉദ്യോഗസ്ഥർ നമ്മളോട് വിശദീകരിക്കുന്നതായിരിക്കാം. ആ കാര്യങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാകും. എന്തായാലും ഇപ്പോൾ പ്രാഥമികമായി ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ അതിനോട് എങ്ങനെയാണ് ഉടനടി പ്രതികരിക്കേണ്ടത്, ആ പ്രതികരണ രീതി അത് തീർച്ചയായിട്ടും നമുക്ക് ഇതിനെപ്പറ്റി അധികം ആഴത്തിലുള്ള അറിവുകളില്ലെങ്കിൽ പോലും സാധാരണ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇത് അതിനോട് സിസ്റ്റത്തോട് പൂർണ്ണമായി പങ്കാളികളായിക്കൊണ്ട് സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ, അതുപോലെ തന്നെ കളക്ടറേറ്റിലെ ജീവനക്കാർ ഇവരൊക്കെ തന്നെ ഈ പരീക്ഷണത്തോട് ഈ മോക്ക് ഡ്രില്ലിനോട് പൂർണ്ണമായി. തീർച്ചയായും സുജി പറഞ്ഞ പോലെ തന്നെ നമ്മളും ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതൊക്കെ തരത്തിലാണ് ഇങ്ങനൊരു സാഹചര്യം വന്നാൽ ഓരോരുത്തരും ഉണർന്നു പ്രവർത്തിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി തന്നെ ഇവിടെ കാണിച്ചു തരികയാണ്. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഏതൊക്കെ തരത്തിൽ മുറിവ് പറ്റാം, ആ മുറിവ് എങ്ങനെയായിരിക്കും എന്ന് തുടങ്ങിയ രീതിയിൽ തന്നെ അതെല്ലാം പകർത്തിക്കൊണ്ടുള്ള ഒരു മോക്ക് ഡ്രില്ലാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ വളരെ സുസജ്ജമായി മുന്നോട്ട് പോകുന്നത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഓരോരുത്തരും എല്ലാ മേഖലയിലും സുജി പറഞ്ഞപ്പോൾ തന്നെ ഫയർഫോഴ്സും പോലീസും NCCയും ആരോഗ്യ വിഭാഗവും എല്ലാവരും ഒരേപോലെ തന്നെ ഒത്തുചേർന്ന് പ്രവർത്തിച്ച് ആ ഒരു സാഹചര്യത്തെ ഏത് തരത്തിലായിരിക്കും കൈകാര്യം ചെയ്യുക എന്നത് വളരെ വ്യക്തമായി തന്നെ നമുക്കവിടെ കാണുവാൻ സാധിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും ഇതിൽ പറയുമ്പോൾ സിന്ധൂരി നമ്മൾ മാധ്യമപ്രവർത്തകരും എത്തരത്തിലാണ് ഇത്തരം സന്ദർഭങ്ങളിൽ പെരുമാറേണ്ടതെന്ന് കൂടിയാണ് നമ്മളും മനസ്സിലാക്കാൻ ഇത്തരം മോക്ക് ഡ്രില്ലുകൾ നമുക്കും ഉപകാരപ്പെടുമെന്ന് കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അതുതന്നെയാണ്. ഇപ്പോൾ വളരെ പെട്ടെന്നുള്ള പ്രാഥമിക ചികിത്സ നൽകുന്നു. അതിനുശേഷം തന്നെ വളരെ പെട്ടെന്ന് തന്നെ സമീപത്തെ ആശുപത്രിയിലേക്ക് രോഗികളെ മാറ്റുന്നതിൻ്റെ മോക്ക് ഡ്രില്ലാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഈ കണ്ട ആ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടാണ് ഇപ്പോൾ ഈ ആംബുലൻസിലേക്ക് കയറ്റിയാളെ അവിടെ വെച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകുന്നു, അടിയന്തര ശുശ്രൂഷ നൽകുന്നു. അതിനുശേഷം ആംബുലൻസിൽ അതിവേഗം മാറ്റാൻ വേണ്ടിയുള്ള ക്രമീകരണമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് യഥാർത്ഥത്തിൽ അടുത്ത ആശുപത്രിയിലേക്ക് തന്നെ ഈ ആംബുലൻസിൽ കൊണ്ടുപോവുകയാണ് ആളുകളെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് കാഴ്ചക്കാരായി ആളുകൾ കൂടി നിൽക്കുകയല്ല വേണ്ടത്. അതാണ് ഈ കളക്ടറേറ്റിലെ ഇപ്പോൾ തന്നെ ഫയർഫോഴ്സ് അവർ ലാഡർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുകളിലേക്ക് കയറി റെസ്ക്യൂ ഓപ്പറേഷൻ എങ്ങനെയാണ് ഇതുവഴി നടത്തുന്നത് അതിൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിലേക്ക് കയറുന്നു. സ്വാഭാവികമായി തന്നെ അവർ ഈ ലാഡർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ആളുകളെ മുകളിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് വഴി ആളുകളെ ഇറക്കിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടാവും. സൈറൺ മുഴങ്ങിയ ശേഷം ഈ കളക്ടറിൻ്റെ ഉള്ളിൽ നിന്ന എല്ലാ ജീവനക്കാരും അവർ നിരയായി, അതായത് ഓടി ഉന്തും തള്ളും ഉണ്ടാക്കിക്കൊണ്ടല്ല, അല്ലാതെ അവരെ സ്റ്റെപ്പ് വഴി നിരയായി വളരെ വേഗത്തിൽ ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുന്നു. പിന്നീട് ഈ സംഭവങ്ങളെല്ലാം പുറത്തു നടക്കുമ്പോൾ അവരാരും തന്നെ ഇവിടെ ഒരു കാഴ്ചക്കാരായി എത്തുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ അങ്ങനെ പൊതുജനങ്ങൾ പാലിക്കേണ്ട അല്ലെങ്കിൽ ഇത്തരം ജീവനക്കാർ പാലിക്കേണ്ട അതിൻ്റെ ഒരു പ്രോട്ടോകോൾ അത് തന്നെ പാലിച്ചുകൊണ്ട് ആളുകളെ പൂർണ്ണമായി ഇവാക്യുവേറ്റ് ചെയ്ത ശേഷം രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നു. ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ശൈലിയും രീതിയുമാണ് നമ്മൾ ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തുള്ളിൽ തന്നെ ഇപ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവർ ഈ കെട്ടിടത്തിന് മുകളിൽ കുടുങ്ങിക്കിടക്കുന്ന തരത്തിൽ ക്രമീകരിക്കുന്ന ആളുകളെ ഈ ലാഡർ ഉപയോഗിച്ച് തന്നെ താഴേക്ക് ഇവാക്യുവേറ്റ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സംഭവിച്ച കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ആളുകളെ സൈറൺ മുഴങ്ങുന്നു, സുരക്ഷിതമായ കേന്ദ്രത്തേക്ക് മാറ്റുന്നു. പിന്നീട് പുകയുയരുന്ന ഘട്ടത്തിലേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ആ പുക അവർ കിടത്തുന്നു. ജില്ലാ ഫയർഫോഴ്സ് മേധാവി ഉൾപ്പെടെ ആ സ്ഥലത്തുണ്ട്. അതിനുശേഷം വളരെ പെട്ടെന്ന് ആളുകളെ താഴേക്ക് കൊണ്ടുവരികയാണ്. അടിയന്തര ചികിത്സ അത് ഈ കെട്ടിടത്തിൻ്റെ സമീപത്ത് വെച്ച് നൽകുന്നു. അതിനുശേഷം ആവശ്യമായ ആളുകളെ വളരെ വേഗത്തിൽ മറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച. ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ പോലും ഫയർഫോഴ്സിൻ്റെ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളും NCC കേഡറ്റുകളെല്ലാം വളരെ സുസജ്ജമായി നിൽക്കുന്ന ഒരു കാഴ്ച, അതായത് അടുത്ത കമാൻഡ് ലഭിക്കാൻ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും ഈ മോക്ക് ഡ്രിൽ ഇപ്പോഴും തുടരുകയാണ്. രാജ്യസുരക്ഷ സംബന്ധിച്ചോളം നമുക്കറിയാം രാജ്യമെമ്പാടും ഇന്ന് വ്യാപകമായി നടത്തുന്ന ഒരു മോക്ക് ഡ്രില്ലിൻ്റെ പരിശോധന ഇതാണ്. ആ തരത്തിൽ ഇതിനോട് പൊതുജനങ്ങൾ സഹകരിക്കേണ്ടതുണ്ട്. ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ 7 ഇടത്താണ് ഇത്തരത്തിൽ പരിശോധന ക്രമീകരിച്ചിരിക്കുന്നത്. ഈ സമയങ്ങളിൽ പെട്രോൾ പമ്പിൽ നിന്ന് വ്യക്തമാണ് സുജു.